ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +1 ഇപ്പോൾ അലോട്ട്മെൻറ്റൊക്കെ കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പം നിങ്ങൾ എടുത്ത കോഴ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. സോ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴി ഇപ്പോൾ നിങ്ങൾ സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയ ശേഷം ഇപ്പോൾ സയൻസ് വേണ്ട, കൊമേഴ്സ് മതി. ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റ് കോമ്പിനേഷൻ മാറ്റാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് സയൻസ് വേണം. സോ അങ്ങനെ നിങ്ങൾക്ക് സബ്ജക്റ്റ് കോമ്പിനേഷന് മാറാൻ വേണ്ടി ഒരവസരമുണ്ട്. ഇന്ന് മുതൽ ജൂലൈ 1 വരെയാണ് ഇപ്പം നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച അതേ സ്കൂളിൽ തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നത്. ഒഴിവ് അനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ നിങ്ങളുടെ പാരൻസിൻ്റെയും അനുമതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റം അനുവദിക്കുന്നതാണ്. ഇപ്പോൾ വിഷയം മാറ്റം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരസ്പരം അത് മാറുവാനും അവസരമുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സ് ക്ലാസ്സിൽ ചെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവിടെ പഠിക്കുന്ന വളരെക്കും സയൻസിലായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടാവും. അതിലിപ്പോൾ സയൻസിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് കൊമേഴ്സിലേക്ക് മാറുവാൻ താല്പര്യമുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് മാനേജ്മെൻറ്റിനോടും അതുപോലെ തന്നെ പാരൻസിനോടൊക്കെ ഇൻഫോം ചെയ്യാം. സോ അങ്ങനെ മാറിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങളൊക്കെ ഏകജാല വെബ്സൈറ്റിൽ HS CAPലൊക്കെ ജൂലൈ 1 വൈകിട്ട് 4 മണി വരെയാണ് രേഖപ്പെടുത്തുവാൻ ഒരവസരം നൽകുന്നത്. പിന്നെ ജൂലൈ 1 ശേഷം ഒഴിഞ്ഞുകിടക്കുന്ന മാനേജ്മെൻറ്റ് അതുപോലെ കമ്മ്യൂണിറ്റി സ്പോർട്സ് കോട്ട സീറ്റുകൾ മെറിറ്റിലേക്ക് മാറ്റിയ ശേഷമായിരിക്കും ഇനി 2 മുതൽ മെറിറ്റിലെ സപ്ലിമെൻ്ററി പ്രവേശനത്തിൻ്റെ നടപടികളൊക്കെ നടക്കുക. സോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ +1 മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായിരിക്കും ഇന്ന് മുതൽ ജൂലൈ 1 വരെ അതേ സ്കൂളിൽ സബ്ജക്റ്റ് കോമ്പിനേഷന് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.